നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇടുക്കി വട്ടവടയിലെ ആദിവാസി ഹോസ്റ്റലിന്റെ നിർമ്മാണം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 12 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മാണം തുടങ്ങിയ കെട്ടിടമാണ് പാതി വഴിയിൽ മുടങ്ങിയത്. പഞ്ചായത്തിന്റെ ഇടപെടലാണ് നിർമ്മാണം നിലയ്ക്കുവാൻ കാരണമെന്ന് ആരോപണം. ഭൂവിസ്തൃതിയേറിയ അഞ്ചുനാട് മേഖലയിലുള്ള ആദിവാസി കുട്ടികൾക്ക് ദിവസേന സ്കൂളിലെത്താനുള്ള സാഹചര്യമില്ലാത്തതിനാലാണ് ഹോസ്റ്റൽ തുടങ്ങാൻ തീരുമാനമായത്. കഴിഞ്ഞ UDF ഭരണകാലത്താണ് ആദിവാസികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വട്ടവടയിൽ ട്രൈബൽ ഹോസ്റ്റൽ അനുവദിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനും അനുബന്ധ നിർമ്മാണങ്ങൾക്കുമായി 12 കോടി രൂപയാണ് വകയിരുത്തിയത്. നിർമ്മാണം തുടങ്ങി ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിലച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിലാണ് നിർമ്മാണം നിർത്തിവെച്ചത്. നിർമ്മാണ ചുമതലയിലുള്ള കമ്പനി കോടതിയെ സമീപിച്ചെങ്കിലും ഇവിടെ ഹോസ്റ്റൽ പണിയുന്നത് പ്രായോഗികമല്ലെന്ന് പഞ്ചായത്ത് കോടതിയെ അറിയിച്ചു. ഇതോടെ ആദിവാസി കുട്ടികളുടെ ഹോസ്റ്റൽ എന്ന സ്വപ്നം അടഞ്ഞ അധ്യായമായി. പകുതി പണി ആകുന്ന സമയത്ത് പുതിയ പഞ്ചായത്ത് ഭരണസമിതി അവിടെ ചെന്ന് എന്തോ അവരോട് പണി നിർത്തിവെക്കാൻ എന്തോ ആവശ്യപ്പെട്ടു. അതിനകത്ത് എന്തോ സംതിങ് റാങ് കൊണ്ട് പണി നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പണി നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ആ പണി അതേപടി ബെൻഡിങ്ങാണ്. അവർ ഈ പണി നടത്താൻ വേണ്ടിയിട്ട് കേക്കോ തന്നെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. കേസ് ഫയൽ ചെയ്തപ്പോൾ ഇവിടുന്ന് വ്യാജമായി കുറച്ച് പേരെ കൊണ്ടുപോയിട്ട് ഇത് അവിടെ ഹോസ്റ്റൽ പണിത് കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുകയാൽ ആദിവാസികൾക്ക് അത് മോശമാണ്, ദൂരമാണ്, വേറെ സൗകര്യങ്ങളില്ല, അത് വേറെ സ്ഥലത്ത് പണിയണമെന്നും പറഞ്ഞ് കോടതിയിലും ഒരു കള്ള വാക്കുമൂലം കൊടുത്തിട്ട് അതേപടി നിൽക്കുക. ഫലത്തിൽ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 1500ഓളം വരുന്ന കുട്ടികൾക്ക് താമസിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പദ്ധതിയാണ് ഇല്ലാതായത്. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന പദ്ധതി LDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിക്കുന്നുള്ള നീക്കമാണ് നടത്തുന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് 18 വട്ടവട. ഓർത്തഡോക്സ് സഭാ വൈദികൻ തോമസ് പോൾ റമ്പാൻ ഇന്ന് വീണ്ടും കോതമംഗലം പള്ളിയിലെത്തും. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് അദ്ദേഹം ഇന്നലെ അപേക്ഷ നൽകിയിരുന്നു. യാക്കോബായ സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളിയിൽ റമ്പാനും ഓർത്തഡോക്സ് വിശ്വാസികളും എത്തുന്നത് പരിഗണിച്ച് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയിൽ പ്രാർത്ഥനാ യജ്ഞവുമായി യാക്കോബായ വിശ്വാസികൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിനീത VG ചേരുന്നു. വിനീത, എത്ര മണിയോടുകൂടിയായിരിക്കും ഓർത്തഡോക്സ് വൈദികനും വിശ്വാസികളും അവിടെ എത്തുക? യാക്കോബായ വിഭാഗക്കാരുടെ പ്രാർത്ഥനാ യജ്ഞം ഇപ്പോഴും തുടരുകയാണോ? വിശദാംശങ്ങൾ. നിലവിൽ യാക്കോബായ വിഭാഗക്കാരുടെ പ്രാർത്ഥനായജ്ഞം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ. അതേസമയം 8:30 ഏതാണ്ട് 8:30 ശേഷം റമ്പാന്റെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിയിലേക്ക് കയറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ ഒരു പിൻബലത്തിൽ ഇതിനു മുമ്പ് 3 തവണ റമ്പാനും വിശ്വാസികളും പള്ളിക്കുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും യാക്കോബായ വിശ്വാസികളുടെ ഒരു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ടൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഇന്നും അവർ വീണ്ടും യാക്കോബായ വിഭാഗക്കാർ വീണ്ടും പ്രതിഷേധമുണ്ടാക്കാൻ ഇടയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതേസമയം ഏതാണ്ട് 8:30 ശേഷമായിരിക്കും ഇവർ പള്ളിയിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നും നിലവിലും ആ ഒരു പ്രാർത്ഥനാ യജ്ഞം അത് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇന്ന് എന്തായാലും പള്ളിക്കുള്ളിലേക്ക് തങ്ങൾ പ്രവേശിക്കുമെന്നൊരു നിലപാടിൽ തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗവും ഉള്ളത്. ഏതാണ്ട് 8:30 ശേഷം അവർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് പള്ളിയിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2017 ജൂലൈ 3-നാണ് കേരളത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ നിലനിന്നിരുന്ന എല്ലാ പള്ളികളും ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടു നൽകണമെന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായത്. ഈ വിധിയുടെ പിൻബലത്തിൽ ഇതിനു മുൻപ് 3 തവണ ഇത്തരത്തിൽ റമ്പാനും ഓർത്തഡോക്സ് സഭാ വിശ്വാസികളും പള്ളിയിൽ കയറാൻ പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് യാക്കോബായ വിഭാഗത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് മടങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് എന്തായാലും തങ്ങൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുമെന്നൊരു നിലപാടിൽ തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗവും ഉള്ളത്. അതേസമയം പള്ളിക്കുള്ളിലേക്ക് ഇവരെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ യാക്കോബായ വിഭാഗവുമുണ്ട്. നിലവിലും അവരുടെ പ്രാർത്ഥനാ യജ്ഞം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷത്തിന് ഇടയുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതേ തുടർന്ന് വലിയ രീതിയിലൊരു സുരക്ഷ തന്നെയാണ് പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ആര്യ. വിനീത VG വിവരങ്ങൾ നൽകിയത്. മലപ്പുറം അരൂർ മൂഴിക്കൽ വലിയ തോട് കയ്യേറ്റവും മാലിന്യവും മൂലം നാശത്തിന്റെ വക്കിൽ. പഴയകാലത്ത് ചരക്ക് ഗതാഗതം ഉണ്ടായിരുന്ന ഇടമാണ് ഇന്ന് കൈത്തോടായി മാറിയത്. തോടിന് സമീപത്ത് താമസിക്കുന്നവരും ദുരിതത്തിലാണ്. പഴയകാലത്ത് ഒളവട്ടൂർ ഭാഗങ്ങളിലേക്കെല്ലാം ചരക്ക് തോണി പോയിരുന്ന അരൂർ മൂഴിക്കൽ വലിയ തോടാണ് മാലിന്യ നിക്ഷേപവും കയ്യേറ്റവും മൂലം നശിക്കുന്നത്. പുളിക്കൽ വാഴയൂർ പഞ്ചായത്തുകളിലൂടെ ചാലിയാറിലാണ് തോട് സംഗമിക്കുന്നത്. തോടിന്റെ ഇരുവശവും കയ്യേറ്റം വ്യാപകമാണ്. കുളിക്കാനും അതുപോലെ തന്നെ നനക്കാനും കൃഷിക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തോടായിരുന്നു ഇത്. നല്ല വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പുതിയ കയ്യേറ്റങ്ങളുടേതായ കാലത്ത് ഒരുപാട് ഭാഗത്ത് തോടിൻ്റെ വീതി ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. തോടിന് ഇരുവശത്തും മാലിന്യ കൂമ്പാരമാണ്. തോടിന് സമീപത്തുള്ള കർഷകർ ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്നത് ഈ തോട്ടിലെ വെള്ളമാണ്. ജലം മലിനമായതോടെ കർഷകർ പ്രതിസന്ധിയിലായി. മാത്രമല്ല
തോട് ചുരുങ്ങിയതോടെ മഴക്കാലത്ത് വെള്ളപ്പൊക്കവും ദുരിതമുണ്ടാക്കുന്നു. ഇരു പഞ്ചായത്തുകളും പരസ്പരം പഴിചാരി തോട് സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അതായത് വേണ്ടമാതിരി വെള്ളം ഒഴിവായി പോകുന്നില്ല. ഒഴിവായി പോകാതെക്കുമ്പോൾ കൃഷി എന്താക്കും പെട്ടെന്നുള്ളതല്ല. ഇപ്പോൾ ഒരു പുതുമഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒന്നായി ഒലിച്ചിങ്ങോട്ട് വരും. അത് പോവാൻ ഞാൻ നെല്ലും കാര്യങ്ങളും മൊത്തം കേട് വരുന്നൊരവസ്ഥ കുറഞ്ഞ കാലങ്ങളായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കയ്യേറ്റക്കാരിൽ നിന്നും തോടിനെ മോചിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് താമരശ്ശേരി മേഖലയിലെ ജലസ്രോതസ്സുകൾ വറ്റി വരളുമ്പോഴും മാലിന്യ നിക്ഷേപത്തിന് കുറവില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാൽ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാവുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി ശക്തമാക്കണമെന്നാണ് ആവശ്യം. കോടഞ്ചേരി, പുതുപ്പാടി, കട്ടിപ്പാറ, താമരശ്ശേരി പഞ്ചായത്തുകളിലെ തോടുകളിലെയും പുഴകളിലെയും ഒഴുക്ക് നിലച്ചിട്ട് ആഴ്ചകളായി. ചെറിയ നീരുറവുകളും നിലച്ചതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ ചെറിയ വെള്ളക്കെട്ടുകൾ മാത്രം ബാക്കിയായി. ഇതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെയും ജലനിരപ്പ് താഴ്ന്നു. വെള്ളം വറ്റിയെങ്കിലും പുഴകളിലേക്കും തോടുകളിലേക്കും മാലിന്യം വലിച്ചെറിയുന്നതിന് കുറവുണ്ടായിട്ടില്ല. ഒഴുക്ക് നിലച്ച വെള്ളത്തിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. മിക്കയിടങ്ങളിലും കൊതുക് വളരുന്നതിനും മാലിന്യ നിക്ഷേപം കാരണമാവുന്നുണ്ട്. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയുമാണ് ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത്. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ അതൊരിക്കലും തന്നെ ഒഴുകിപ്പോകുന്നില്ല. അങ്ങ് അവിടെ ഇവിടെയൊക്കെ തങ്ങി നിന്നുകൊണ്ട് വെള്ളം വറ്റുന്ന സമയത്ത് ആ വെള്ളം മലിനമായി പോവുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എറിയുന്ന മാലിന്യങ്ങൾ ഒരിക്കലും തന്നെ പുഴയിലേക്ക് എറിയാൻ പാടില്ല. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന രീതിയിൽ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. ശോചനീയാവസ്ഥയിലായിരുന്ന പൊന്മുടി തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. അടുത്ത ദിവസങ്ങളിൽ പാലം സഞ്ചാരികൾക്കായി തുറന്നു നൽകും. പാലം സംരക്ഷിക്കുന്നതിനൊപ്പം സമാന്തര പാലം നിർമ്മിച്ച് വാഹന ഗതാഗതം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാകും. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച തൂക്കുപാലമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പൊന്മുടി അണക്കെട്ടിന് താഴ്വശത്തായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ നിന്നും മൂന്നാർ മലനിരകളുടെ വിദൂര ദൃശ്യമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ കാലപ്പഴക്കത്താൽ പാലം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലായ സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. വരും ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി പാലം തുറന്നു നൽകും. മെയിൻ്റനൻസ് നടത്തി ഇതിൻ്റെ നെട്ടും ബോൾട്ടും ഒക്കെ മാറി അത്യാവശ്യം മനോഹരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് തുറന്നു കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ചില്ലറ അറ്റകുറ്റപ്പണികൾ മാത്രമേ ഇനി പൂർത്തീകരിക്കാനുള്ളൂ. എന്നാൽ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ പാലം സംരക്ഷിക്കുന്നതിനൊപ്പം വലിയ വാഹനങ്ങൾക്കായി സമാന്തര പാലം നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എത്രയും വേഗം ഇതിന് സമാന്തരമായിട്ടൊരു പാലം പണിത് ഗതാഗതം അതിലൂടെ ആക്കുകയും ടൂറിസ്റ്റുകൾക്ക് കയറി ഇറങ്ങി നടക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് മാത്രം ഈ പാലം മാറ്റുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ സുരക്ഷയ്ക്കും അതിൻ്റെ ഈടുനിൽപ്പിനും ആവശ്യമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുമ്പ് സമാന്തര പാലം നിർമ്മിക്കുന്നതിനായി സാധ്യതാ പഠനം നടത്തിയെങ്കിലും ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തി സമാന്തര പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം നടത്തി സർക്കാരിന് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പൊന്മുടി. തിരുവനന്തപുരം നെടുമങ്ങാട് കുറ്റിച്ചൽ സർക്കാർ മൃഗാശുപത്രിയിൽ ഉപയോഗശൂന്യമായ സിറിഞ്ചും മരുന്നുകുപ്പികളും ആശുപത്രി പരിസരത്ത് വലിച്ചെറിയുന്നെന്ന് പരാതി. നാട്ടുകാർ നിരന്തരമായി പരാതിപ്പെട്ടെങ്കിലും അധികൃതർ മൗനം പാലിക്കുന്നുവെന്നാണ് പരാതി. പേവിഷബാധയുൾപ്പെടെ മാരകമായ രോഗങ്ങളുള്ള മൃഗങ്ങൾക്ക് ഉപയോഗിച്ച സൂചിയും സിറിഞ്ചുമാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലും നിക്ഷേപിച്ചിരിക്കുന്നത്. തുറസായ സ്ഥലത്താണ് ഇവ നിക്ഷേപിച്ചിരുന്നത്. ആശുപത്രിയുടെ കിണറിന് സമീപത്തായി അവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിലും കണ്ടെത്തി. ആശുപത്രിക്ക് സമീപത്തുള്ള വീടുകളിലേക്കുള്ള വഴികളിലാണ് ഇവ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ളത്. മൃഗങ്ങളിൽ ഉപയോഗിച്ച നീഡിൽസാണ്. ഈ നീഡിൽസ് ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. ഇത് എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ ഈ നീഡിൽസൊക്കെ ഈ IMO വഴി അത് കളക്ട് ചെയ്ത് ആഴ്ചയിലെന്തോ വണ്ടി വന്ന് കളക്ട് ചെയ്ത് പോവേണ്ടതാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതിങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമില്ല. റോഡിൽ നിന്നും ഉയരത്തിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. മഴ പെയ്താൽ ഇവിടെ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കാണ്. നിരവധി തവണ മൃഗാശുപത്രി അധികൃതരോട് നാട്ടുകാർ പറഞ്ഞുവെങ്കിലും നടപടിയുണ്ടായില്ല. മാസങ്ങളായി മലിനവസ്തുക്കൾ ഇവിടെ കൂട്ടിയിടാൻ തുടങ്ങിയിട്ട്. ആശുപത്രി മാലിന്യം യഥാസമയം നീക്കാത്തത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നെടുമങ്ങാട്.
മലപ്പുറം കൊണ്ടോട്ടി ചെറുകാവ് പുത്തുപ്പാടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പ്രദേശവാസികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും തീരുമാനമായി. മലപ്പുറം കൊണ്ടോട്ടി ചെറുകാവ് ഗ്രാമപഞ്ചായത്ത് പുതുപ്പാടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ശുചീകരണ പ്രവൃത്തികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്നത്. വാർഡ് മെമ്പർ KN അസ്മാബി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിച്ചും മുറികൾ വൃത്തിയാക്കിയുമാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. ആരോഗ്യ കേന്ദ്രത്തിൽ പെയിന്റിങ്ങിനോടൊപ്പം വാതിലുകളും ജനലുകൾ തുടങ്ങിയവ മാറ്റാനും തീരുമാനമായി. അടുത്ത ആഴ്ചയിലായിട്ട് തന്നെ ഞങ്ങളൊരു പ്രഷർ ഷുഗർ ഒക്കെ നോക്കുന്ന കുട്ടികളെ കുത്തിവെപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ വെച്ച് നടത്താനുള്ള തീരുമാനമുണ്ട് ഗവൺമെന്റിന്റെ എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ എന്ത് പരിപാടികളും ഇവിടെ വെച്ച് അങ്ങനെ നടത്തണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത് ഇനി ഏതായാലും അടച്ചിട്ടൂടാ. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആരോഗ്യ കേന്ദ്രത്തെ മാറ്റിയെടുക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതിനായുള്ള നടപടികൾ ആരോഗ്യവകുപ്പുമായി ചേർന്ന് സ്വീകരിച്ചു വരികയാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊണ്ടോട്ടി. പ്രളയത്തിൽ ഭൂരിഭാഗവും തകർന്ന വീടിന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയുമായി തൃശൂർ താന്യം സ്വദേശി ഹോട്ടൽ ജീവനക്കാരനായിരുന്ന മോഹനനാണ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. തൃശൂർ താന്യം ചെന്തങ്ങാട്ടിലെ മോഹനന്റെ വീട് പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. കനോലി കനാലിനോട് ചേർന്നുള്ള തീരത്തുള്ള 5 സെന്റ് സ്ഥലത്താണ് വീട്. അടുക്കളയും മുറികളും എല്ലാം തകർന്നു വീണ് കഴിഞ്ഞു. വീട് ഏത് നിമിഷവും പൂർണ്ണമായും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. 10,000 രൂപ മുതൽ വീട് വയ്ക്കാൻ അനുവദിച്ച 4 ലക്ഷം വരെയുള്ള പദ്ധതികളിലൊന്നിലും ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. തുടർന്ന് വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോൾ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിക്കും മോഹനൻ പരാതി നൽകി. വെള്ളപ്രളയത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ പണി പോയിട്ടുണ്ടായത്. ഈ വീട് പണിയണമെങ്കിൽ എനിക്ക് വയസ്സ് 72 എനിക്ക്. ഇനി അങ്ങനെ വീട് പണിയാനുള്ള ശേഷി എനിക്കില്ല. ഒരു പൈസ പോലും ഇതിൻ്റെ പേരിൽ കേരള സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജോലി നിർത്തിയതോടെ വീട് നന്നാക്കാനുള്ള സാമ്പത്തിക ശേഷിയും തനിക്കില്ലെന്ന് മോഹനൻ പറയുന്നു. താമസിക്കാൻ വേറെ വീടുള്ളവർക്ക് ധനസഹായം നൽകാൻ വകുപ്പില്ലെന്ന് വടക്കുമുറി വില്ലേജ് ഓഫീസർ പറയുന്നു. പ്രളയബാധിതരുടെ കണക്കെടുത്ത് നൽകിയവർ ഇവരുടെ പേര് നൽകിയിരുന്നില്ലെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ന്യൂസ് 18 താന്യം. ഇനി കാർഷിക കേരളം. ഹൈറേഞ്ചിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അത്യുൽപാദന ശേഷിയുള്ള ജാതി ഉൽപ്പാദിപ്പിച്ച കർഷകന് ദേശീയ പുരസ്കാരം. ഇടുക്കി കൊന്നത്തടി സ്വദേശി ഇടവരമ്പേൽ തോമസാണ് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന്റെ ദേശീയ തലത്തിലുള്ള പുരസ്കാരം നേടിയത്. കുടിയേറ്റ കാർഷിക കുടുംബത്തിലെ അംഗമായ ഇടവരമ്പേൽ തോമസ് ജൈവ കൃഷിക്കൊപ്പം നൂതന പരീക്ഷണങ്ങളും നടത്തിവരുന്നു. കാർഷിക മേഖലയിൽ നിരവധി പഠനങ്ങൾ നടത്തുന്ന ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത ജാതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഹൈറേഞ്ചിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ജാതിക്ക് സ്വന്തം വീട്ടുപേരാണ് നൽകിയിരിക്കുന്നത്. ഇടവരമ്പേൽ ഗോൾഡ് എന്ന പേരിലാണ് ജാതി അറിയപ്പെടുക. മഴയത്ത് ഇതിന്റെ പത്രി അഴുകിപ്പോവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ഞാൻ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന് അവാർഡിനായിട്ട് സമർപ്പിച്ചു. അതിന്റെ അവാർഡ് എനിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് മേടിക്കാനായിട്ട് സാധിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും തോമസ് അവാർഡ് ഏറ്റുവാങ്ങി. ഇതിനോടൊപ്പം വ്യത്യസ്തമായ കൃഷി രീതിയിലൂടെ നിരവധി പുരസ്കാരങ്ങളാണ് ഇദ്ദേഹം നേടിക്കഴിഞ്ഞത്. 2 ഏക്കർ സ്ഥലത്ത് കുരുമുളക്, കൊക്കോ, തെങ്ങ്, ജാതി, ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയും അനുബന്ധമായി നടത്തിവരുന്നു. ന്യൂസ് 18 കൊന്നത്തടി. രാജകുമാരിയിലെ വെള്ളപ്പാറയിൽ വിസ്മയമൊരുക്കി വൻ തേനീച്ചകളുടെ 100-ലധികം തേൻകൂടുകൾ. ഏറെ സാഹസികത നിറഞ്ഞ തേൻ ശേഖരിക്കലിന് പ്രദേശവാസികൾ പക്ഷേ മുതിരാറില്ല. 200 അടിയിലധികം ഉയരമുള്ള രാജകുമാരിയിലെ വെള്ളപ്പാറയിൽ കീഴ്ക്കാംതൂക്കായ ഇടങ്ങളിൽ 100-ലധികം തേൻകൂടുകളാണുള്ളത്. രാജകുമാരി നോർത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാകും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആയിരക്കണക്കിന് തേനീച്ചക്കൂടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഗണ്യമായ കുറവ് പ്രകടമാണ്. സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെ കീടനാശിനി പ്രയോഗവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് തേനീച്ചകൾ കുറയാൻ കാരണമായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആദിവാസികളാണ് ഇവിടെ നിന്നും തേൻ ശേഖരിക്കുന്നത്. ഏകദേശം ഒരു 100-ൽ പരം തേനീച്ചക്കൂടുകളാണ് 200 അടിയിലധികം താഴ്ചയുള്ള ഈ പാറയിടുക്കിൽ ഉള്ളത്. ഓരോ വർഷത്തിലും ഇതിൻ്റെ എണ്ണം കൂടുന്നതോടൊപ്പം വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് ഇവിടെയുള്ളത്. തേനീച്ചകൾ കുത്തിയാൽ പ്രതിരോധിക്കാൻ പച്ചമരുന്നുകളും ഇവരുടെ കൈവശമുണ്ടാകും. ഏറെ സാഹസികത നിറഞ്ഞ തേൻ ശേഖരിക്കലിന് പ്രദേശവാസികൾ മുതിരാറില്ലെന്നതാണ് വസ്തുത. ഒരറയിൽ നിന്ന് 15 ലിറ്റർ വരെ തേൻ ആദിവാസികൾ ശേഖരിക്കാറുണ്ട്. മികച്ച വിലയ്ക്കിവർ ഇവിടെ തന്നെ തേൻ വിൽപ്പന നടത്തുകയും ചെയ്യും. മായം ചേർക്കാതെ ലഭിക്കുന്ന തേനിന് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് 18 രാജകുമാരി.
കൊല്ലം തഴവ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 34ാമത് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. കേരളത്തിലെ മികച്ച ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് നാളെ സമാപിക്കും. കൊല്ലം തഴവ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 34ാമത് കേരള ട്രോഫി ഫുട്ബോൾ മേളയ്ക്ക് തഴവ ആൽത്തറമൂട് ഗ്രൗണ്ടിൽ തുടക്കമായി. രാജ്യാന്തര താരങ്ങളെ ഉൾപ്പെടെ അണിനിരത്തിയാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഒരുക്കിയിരിക്കുന്നത്. 1974 ആദ്യ കേരള ട്രോഫി തുടങ്ങിയെങ്കിലും സാമ്പത്തിക ബാധ്യത മൂലം 78 അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് ക്ലബിന്റെ ആദ്യകാല സംഘാടകരായ വിജയകുമാർ, മമ്മൂട്ടി എന്നിവരുടെ ശ്രമഫലമായാണ് 1984 ടൂർണമെന്റ് വീണ്ടും സംഘടിപ്പിച്ചത്. തഴവയിൽ തന്നെ ഒരുപക്ഷെ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്കിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്പോർട്സ് ക്ലബ്ബാണ് കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് 34 വർഷമായി ഈ ഗ്രാമപ്രദേശത്ത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ കളിക്കാരെ കൊണ്ടുവന്ന് നടത്തുന്ന ഈ ഫുട്ബോൾ ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് നിരവധിയായ ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാൻ ഈ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മുടെ ക്ലബ്ബുമായി സഹകരിച്ചിട്ടുള്ള ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും തൊഴിൽ ചെയ്യുന്ന അവർ കൃത്യമായി ഈ ടൂർണമെൻറ്റിൻ്റെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഞങ്ങൾ എല്ലാ വർഷവും ടൂർണമെൻറ്റ് നടത്തി വരുന്നത്. അവർ കൃത്യമായി ടൂർണമെൻറ്റിന് വരികയും അവരുടെയും നാട്ടുകാരുടെയും ഒരു വലിയ സഹായവും കൊണ്ടാണ് നമ്മൾ ഈ മുടങ്ങാതെ ടൂർണമെന്റ് നടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. സമാപന ദിവസം ഫുട്ബോൾ താരം ഷാഹിദ് സഫർ പാണ്ടിക്കാടിന്റെ പ്രകടനം ഒരുക്കിയിട്ടുണ്ട്. സമാപന സമ്മേളനം കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 തഴവ. കോഴിക്കോട് മുക്കത്തെ അഷറഫിന് വീട് വയ്ക്കാൻ സർക്കാർ നൽകിയ ഭൂമിയിലെ മാവ് മുറിച്ചു മാറ്റാൻ കടമ്പകളേറെ. മാവ് മുറിക്കാൻ വിവിധ വകുപ്പുകൾക്ക് അപേക്ഷ നൽകിയെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നടപടിയായില്ല. അരയ്ക്കു താഴെ സ്വാധീനം നഷ്ടപ്പെട്ട അഗസ്ത്യൻമൂഴി കരിമ്പിൽ കോളനിയിലെ അഷ്റഫിന് വീട് വയ്ക്കാനായി സർക്കാർ 3 സെന്റ് ഭൂമി അനുവദിച്ചിരുന്നു. ഭൂമിയിലുള്ള വലിയ 2 മാവുകൾ മുറിച്ചു മാറ്റാതെ വീട് വയ്ക്കാനാകില്ല. റവന്യൂ ഭൂമി ആയതിനാൽ സ്ഥലത്തെ മരം മുറിക്കാൻ റവന്യൂ വകുപ്പിന്റെ അനുമതി വേണം. തുടർ നടപടികൾക്കായി വിവിധ വകുപ്പുകൾക്ക് അപേക്ഷ നൽകിയെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. മരം നീക്കം ചെയ്താൽ മാത്രമേ വീട് വയ്ക്കാനുള്ള സർക്കാർ സഹായം ലഭിക്കുകയുള്ളൂ. അതേസമയം അഷ്റഫിനൊപ്പം ഭൂമി ലഭിച്ച പലരുടെയും വീടുപണി പൂർത്തിയാകാറായി. ചെല്ലിനോടത്തുനിന്നൊക്കെ അത് റെഡിയാക്കാൻ തന്നെ പറയുന്നുള്ളൂ. പിന്നെ എവിടെയും പോയിട്ട് അത് ശരിയായി കിട്ടില്ല. ഞാൻ കുറേ സ്ഥലത്ത് വണ്ടി പോയി കുഴങ്ങി. എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഇത് മാവ് പോകാതെ എന്തായാലും വീടുണ്ടാക്കാൻ ഇവിടെ കഴിയൂല. സ്വന്തം നിലയ്ക്ക് മരം മുറിച്ചു മാറ്റാനുള്ള അനുമതി ലഭിച്ചാൽ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള 2 മരങ്ങൾ മുറിച്ചു മാറ്റാൻ 1 ലക്ഷത്തോളം രൂപയെങ്കിലും ചെലവ് വരും. അത് ഈ നിർധന കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ലോട്ടറി കച്ചവടമാണ് തൊഴിൽ. കല്യാണം കഴിച്ചൊരു മോനുണ്ട്. ഇപ്പം കരിമ്പില കോളനിയിലാണ് താമസം. അപ്പം എല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കണം. മരം മുറിക്കാൻ അനുമതി കിട്ടാതായതോടെ സ്വന്തമായൊരു വീട് എന്നത് അഷ്റഫിന് സ്വപ്നം മാത്രമായി മാറുകയാണ്. ബന്ധപ്പെട്ടവർ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് അഷ്റഫും കുടുംബവും. ന്യൂസ് 18 മുക്കം. ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1000 കോടി രൂപയുടെ ലഹരിമരുന്ന്. അന്താരാഷ്ട്ര ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാന ജില്ല മാറിയെന്നാണ് വിലയിരുത്തൽ. മാഫിയയെ ഇല്ലാതാക്കാൻ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെ നിയമ നടപടികൾ കർശനമാക്കാനാണ് എക്സൈസ് തീരുമാനം. ഹാഷിഷ് ഓയിൽ പോലെ വീര്യം കൂടിയതും അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതുമായ ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി തലസ്ഥാനം മാറിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ലഹരിമരുന്ന് തലസ്ഥാനത്തെത്തിച്ച് വിമാനത്താവളം വഴി കടത്തുകയാണ് രീതി. 6 മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം പിടികൂടിയത് 45 കോടിയുടെ ഹാഷിഷ് ഓയിൽ. സംസ്ഥാനത്താകെ പിടികൂടിയത് 88 കിലോ. ഈ ഓഫീസിൽ നിന്ന് മാത്രം 45 കിലോ ഹഷീഷ് കഴിഞ്ഞ 9 മാസത്തിൽ പിടിച്ചു. അത് 45 കോടി രൂപയുടെ സാധനമായിരുന്നു. ഹാഷിഷ് ഓയിലിനും കഞ്ചാവിനും പുറമെ ബ്രൗൺ ഷുഗർ, MDMA, ലഹരി ഗുളികകൾ എന്നിവയും സംസ്ഥാനത്ത് വലിയ തോതിൽ വിറ്റഴിക്കുന്നു. വിദ്യാർത്ഥികൾ മുതൽ വ്യവസായികളും സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ളവരും ഈ ശൃംഖലയിലെ കണ്ണികളാണ്. താഴെ കിടക്കുന്ന പൈസ ഇല്ലാത്ത ജോലിയില്ലാത്ത ആളുകൾ മാത്രമേ ചെയ്യുന്ന ആദ്യം പണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ചെയ്യുന്നത് പൈസ കൂടുതലായതുകൊണ്ട് അലങ്കരിക്കുകയാണ്. നമ്മൾ മൂല്യങ്ങളെല്ലാം പോയി. ഇല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഒരു ടീച്ചറോ ഇല്ലെങ്കിൽ പ്രൊഫസറോ ഇല്ലെങ്കിൽ ഡോക്ടറോ ഇത് ചെയ്യുവാൻ ആര് വിചാരിച്ചു? അപ്പോൾ ആ അവസ്ഥയിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ നടപടികൾ കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ്. ഇതിന്റെ ഭാഗമായാണ് ലഹരി കടത്തിന് നേതൃത്വം നൽകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ആരംഭിച്ചത്. കുപ്രസിദ്ധ ലഹരിമരുന്ന് വ്യാപാരി മൂർഖൻ ഷാജിയുടെ സ്വത്ത് ഉടൻ കണ്ടുകെട്ടും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിൽ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി ട്രഷറി നിയന്ത്രണം. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാനാണ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കരാറുകാരെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് സർക്കാരിന്റേതെന്ന ആക്ഷേപവും ഉയരുന്നു.
വ്യക്തികളിൽ നിന്നും മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്താണ് കരാറുകാർ സമയബന്ധിത നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുന്നത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായ ജോലികളുടെ തുക അകാരണമായി താമസിപ്പിക്കുന്ന നടപടി കരാറുകാരെ ദുരിതത്തിലാക്കുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറുന്നതിനാണ് സർക്കാർ നിയന്ത്രണമുള്ളത്. 1-2 ദിവസം മാത്രമാണ് ട്രഷറിയിൽ നിന്നും ബില്ലുകൾ മാറ്റിക്കൊടുക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലയ്ക്ക് പുറമെ കൂലിയും ഉടൻ നൽകണം. എന്നാൽ യഥാസമയം പണം ലഭിക്കാതായതോടെ മിക്ക കരാറുകാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാർ തീരുമാനം അടിയന്തരമായി പരിശോധിച്ചില്ലെങ്കിൽ ഇടുക്കിയിൽ കർഷകരെ പോലെ കരാറുകാരും പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ഇടുക്കി. 2 കോടി യാത്രക്കാർ എന്ന നേട്ടം ആഘോഷമാക്കി കൊച്ചി മെട്രോ. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളായ ജയസൂര്യ, നിഖില വിമൽ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചു. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. രാജ്യത്തെ മറ്റു മെട്രോകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചിക്ക് അഭിമാനിക്കാം. 18 കിലോമീറ്റർ മാത്രം ഓടുന്ന കൊച്ചി മെട്രോ ചുരുങ്ങിയ കാലം കൊണ്ടാണ് 2 കോടി യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചത്. കൊച്ചിയിലെ ഗതാഗതക്കുരുക്കിനിടയിൽ യാത്രക്കാർക്ക് മെട്രോ ആശ്വാസമാണ്. കൊച്ചിക്കാരനായതിൽ അഭിമാനിക്കുന്നുവെന്ന് പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരം ജയസൂര്യ. സിറ്റി ഓഫ് ഹാപ്പിനെസ് എന്ന് വിളിക്കാൻ പറ്റുന്ന സിറ്റിയാണ് നമ്മുടെ കൊച്ചി. എന്ത് മനോഹരമായ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഓരോ ഫാമിലിയും ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കൊച്ചി. താനും മെട്രോയിലെ സ്ഥിരം യാത്രക്കാരിയാണെന്ന് നിഖില വിമൽ. അധികവും ലുലുവിൽ വന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ലുലുവിലേക്ക് വരാൻ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമാവുന്നുള്ളതുകൊണ്ട് എപ്പോഴും മെട്രോ ഓപ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ സേഫാണ് നമുക്ക് ട്രാവൽ ചെയ്യാനും, അതുമാത്രമല്ല പെട്ടെന്ന് എത്തുകയും ചെയ്യാം. സുരക്ഷിതമായി കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന കൊച്ചി മെട്രോ യാത്രക്കാരുടെ ഇഷ്ടഗതാഗത മാർഗമായിരിക്കുകയാണെന്ന് KMRL MD മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. വൈറ്റില മൊബിലിറ്റി ഹബും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ കൊച്ചി മെട്രോയുടെ പ്രസ്ഥാനത്തിന്റെ ഹൃദയവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സിംഫണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരിപാടിയുടെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചു. ആക്സിസ് ബാങ്ക്, വണ്ടർല, JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്നിവയുടെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ന്യൂസ് 18 കൊച്ചി.